Hi friends, Tiyan Tech പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ആണ്. ഇത് കണ്ടോ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചവിട്ടുമെത്തയായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ചെറിയൊരു മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അധികം താമസിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ വർക്ക് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു മാറ്റാണ്. അതായത് നമ്മുടെ ചവിട്ടുമെത്ത ഗ്രാസിൻ്റെയൊക്കെ ഒരു ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഇതേപോലെ ഒരു ചെറിയൊരു പൈപ്പുണ്ട്, PVCയുടെ ഒരു പൈപ്പ് വേണം. പിന്നെ കുറച്ച് നൂല് ആവശ്യമാണ്. പിന്നെ കുറച്ച് പേപ്പറും ആവശ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. മാറ്റ് ഞാനിങ്ങനെ എടുത്തു, കണ്ടല്ലോ. കറക്റ്റ് സെൻറ്റർ പിടിച്ചിട്ട് ഇത് കണ്ടോ, ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊരു കോൺ പോലെ മടക്കി കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, സൈഡൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. കുറച്ച് പേപ്പർ നമ്മൾ ഇതിനകത്തേക്ക് കയറ്റി വയ്ക്കുക. ഇതുപോലെ കുറച്ച് പേപ്പർ എടുക്കുക. പേപ്പർ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി കൊടുക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈറ്റ്നെസ് കറക്റ്റായിട്ട് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ നൂലെടുത്തിട്ടുണ്ട്, നൂലും കത്രിക എടുത്തു. ഈ നൂലെടുത്ത് നമുക്ക് ഇവിടുന്ന് കെട്ടിക്കൊടുക്കാം. നമ്മളവിടെ കെട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഇതങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കളയാണ്. ഇത്രയും ബാക്കി നമുക്ക് ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മുകളിലത്തെ വശം കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെയും കൂടെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുവാണേ. ഇവിടെയും കൂടെ ഒരു കെട്ടിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് സംഭവം അടിപൊളിയായിട്ടിരിക്കും. ഉണ്ട്, ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലിരിക്കും, ബാക്ക് സൈഡ് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിത് ഫ്രണ്ട് വരത്തക്ക രീതിയിൽ നമ്മുടെ പൈപ്പ് എടുക്കുക. പൈപ്പ് എടുത്തിട്ട് ഇത് ഇങ്ങനെ വെക്കുക. ഇതിനകത്തേക്ക് നമ്മളിങ്ങനെ കയറ്റി കൊടുക്കുക. അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഏകദേശം പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതൊന്ന് അലങ്കരിച്ചെടുക്കണം. മച്ചന്മാരെ, ഇപ്പോൾ നമ്മൾ 2 ക്രിസ്മസ് ട്രീ ആണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് സാധനമായിട്ടൊന്ന് അടിപൊളിയാക്കി ഒന്ന് അലങ്കരിക്കാനുള്ള പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിപ്പം തൽക്കാലം ഇത് രണ്ടും ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലങ്കരിക്കാനുള്ള നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ആദീസ് വേൾഡ് കുമാരപുരം, ഹരിപ്പാട്. അപ്പം നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഇവരാണ് നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ സ്പോൺസർ ചെയ്തേക്കുന്നത്. അതുപോലെ ഈ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്ക് മാത്രമായിട്ട് അണിയിച്ചൊരുക്കിയ ഒരു ഷോപ്പാണ്. അതായത് പ്രധാനമായും അവർ 2 കാറ്റഗറീസ് ആയിട്ടാണ് കുട്ടികൾക്കുള്ള ഐറ്റംസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ 6 വയസ്സാകുന്നതും വരെ ആ കുട്ടിക്ക് ആവശ്യമായ ക്ലോത്ത് ഐറ്റംസ്, ക്രീംസ്, ഡയപ്പർ, പൗഡർ, സോപ്പ്, ടവൽ, റബ്ബർ ഷീറ്റ്, ചെയേഴ്സ്, ടോയ്സ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അടുത്ത കാറ്റഗറിയായ 0 to 12 ഇയേഴ്സിൽ കുട്ടികൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങൾ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 കാറ്റഗറി ആയിട്ടാണ് അവർ മെയിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ബാറ്ററി ടോയ്സ് ഉണ്ട്, അതുപോലെ റീചാർജബിൾ ടോയ്സ് ഉണ്ട്. അപ്പം ഇത് എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എല്ലാ തുണിത്തരങ്ങളും അതുപോലെ ടോയ്സും എല്ലാവരും അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദീസ് വേൾഡിൽ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെയാണ് ഇതേതെങ്കിലും ഇട്ട് കൊടുക്കുക. ഓ, അവർ കുറച്ച് ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. വാവ്, അടിപൊളി സാധനങ്ങൾ. സ്റ്റാറുണ്ട്, കുറച്ച് മണികളൊക്കെ ഉണ്ട്. മെറി ക്രിസ്മസ്, അടിപൊളി സംഭവം, കൊള്ളാമല്ലേ. ഇനി അടുത്തായിട്ട് കുറച്ച് മുട്ടുസൂചിയാണ് എടുത്തേക്കുന്നത്. ഈ മുട്ടുസൂചി നമുക്ക് ഇതിൻ്റെ 4 സൈഡിലും അങ്ങ് കുത്തി കൊടുക്കാവേ. അപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് മുട്ടുസൂചിയെല്ലാം ഞാനിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഐറ്റങ്ങൾ ഇതിലോട്ടൊന്ന് കൊളുത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം 4 സൈഡിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. അടുത്ത് നമുക്ക് കുറച്ച് സാൻ്റെ അപ്പൂപ്പന്മാർ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഈ അപ്പൂപ്പന്മാരെയൊക്കെ നമുക്ക് ഇവിടോട്ട് കയറ്റി വെക്കാം.
മച്ചന്മാരെ ഇപ്പം നമ്മുടെ ആദ്യത്തെ ക്രിസ്മസ് ട്രീ ഇതേണ്ട സെറ്റപ്പ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ട് സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മണിയൊക്കെ തൂക്കിയിട്ടുണ്ട്, കുറച്ച് മുത്തുകളും ക്രിസ്മസ് പപ്പായും കുറച്ച് സ്റ്റാറും ഒക്കെ വെച്ച് അടിപൊളിയാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തെന്ന് വെച്ചാൽ രണ്ടാമത്തെ ക്രിസ്മസ് ട്രീ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാം. മച്ചന്മാരെ ഇപ്പം നമ്മുടെ രണ്ട് ക്രിസ്മസ് ട്രീയും അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ചെയ്ത രണ്ടാമത്തെ എൻ്റെ മോളാണ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ചിരിക്ക് പോസായിട്ടെ.